ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ജങ്ക് ഫുഡ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് അറിയോ? ബാഡ് ഫോർ യുവർ ഹെൽത്ത്. ഓക്കെ, ഫുഡ് എന്തൊക്കെയാണ്? ജങ്ക് ഫുഡിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ബർഗർ, പിസ്സ, പപ്സ്, ഷവർമ, പാസ്ത, അൽഫാം, പിന്നെ സമോസ, മൊമോസ്, ഏതാ, ലേസ്, കട്ട്ലേറ്റ്, പിന്നെ ബിങ്കോ, നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ്, വേറെ ചിക്കൻ ഫ്രൈ, ഫ്രൈഡ് ചിക്കൻ, ഓക്കെ, നമ്മുടെ KFC, മക്ഡൊണാൾഡ്സ് പോലെ, ഓക്കെ, വേറെ കൊക്കക്കോള, ഗുഡ്, വേറെ ഏതാ, പെപ്സി, സ്പ്രൈറ്റ്, മിറിൻഡ, അങ്ങനെ കുറെ ഉണ്ട്. വേറെ ഡോണറ്റ്സ്, വെരി ഗുഡ്, വേറെ ചോക്ലേറ്റ്സ്, ഓക്കെ, സ്വീറ്റ്സ്, ഓക്കെ, നൂഡിൽസ്. എല്ലാത്തിനെ കുറിച്ച് നല്ല ധാരണയുണ്ടല്ലേ? ജങ്ക് ഫുഡുകൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത്? അപ്പം അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എത്ര കഴിക്കണം, ഏതളവിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ജങ്ക് ഫുഡ് എന്നുള്ളത് നോക്കാം. Any food that has poor nutritional value and considered unhealthy and may be called junk food. ശരിക്കും പറഞ്ഞാൽ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നുണ്ട്, പക്ഷേ ന്യൂട്രീഷൻ ഇല്ല. ന്യൂട്രീഷൻ മനസ്സിലായ? പോഷകമില്ല. പോഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസ് ഒരു പോഷകമാണ്. ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെയാണ് പോഷകങ്ങൾ. വൈറ്റമിൻസ് കേട്ടിട്ടില്ലേ? വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ എ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളത് വിറ്റമിൻ ഡി ആണ്. അപ്പൊ ആർക്കെങ്കിലും ഇവിടെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മറവിയുണ്ട്, ക്ഷീണമുണ്ട്, എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റമിൻ ഡി കുറഞ്ഞു. അപ്പൊ നമ്മൾ അത് സപ്ലൈ ചെയ്യാതെ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത്, നമുക്ക് വയറ് മാത്രം നിറഞ്ഞാൽ പോരാ, നമുക്ക് ബോഡിക്ക് ന്യൂട്രീഷൻ കൂടെ കിട്ടണം.